ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റിനുസ് ഡയറിയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു കുഞ്ഞു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ലഞ്ച് പ്രിപ്പറേഷനും പിന്നെ കുറച്ച് വിശേഷങ്ങളും. അപ്പോൾ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ലഞ്ചിനുള്ള തയ്യാറെടുപ്പിലാണ്. ലഞ്ചിന് ഇന്ന് ചിക്കൻ ബിരിയാണിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ മസാല തേക്കുകയാണ്. ബിരിയാണി തയ്യാറാക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണിൻ്റെ റെസിപ്പി മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണണമെന്നുള്ളവർക്ക്, കാണാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം, അതിൽ പോയിട്ട് കാണാം. ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി കണ്ടിട്ട് അത് ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ടേസ്റ്റിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി നല്ല കമൻസുകളും വന്നിട്ടുണ്ട്. അപ്പോൾ കമൻ്റ് ഇട്ടവർക്കും എൻ്റെ റെസിപ്പികളൊക്കെ ട്രൈ ചെയ്തിട്ട് നല്ല ടേസ്റ്റിയാണെന്ന് പറഞ്ഞവർക്കൊക്കെ ഒരു ബിഗ് താങ്ക്സ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ അതിൻ്റെ കൂടെ തന്നെ ചെമ്മീൻ മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. ഈ ചെമ്മീൻ മസാല തേച്ച് വെച്ച് ഫ്രൈ ചെയ്തെടുക്കുന്നത് ചെമ്മീൻ ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. ചെമ്മീൻ ബിരിയാണി ഒരു കുറച്ച് മാത്രമേ തയ്യാറാക്കുന്നുള്ളൂ. ഉപ്പ ചിക്കൻ ബിരിയാണി കഴിക്കാത്തതുകൊണ്ട് ഉപ്പാക്ക് വേണ്ടിയിട്ടാണ് ചെമ്മീൻ ബിരിയാണി തയ്യാറാക്കുന്നത്. ഫസ്റ്റ് ടൈമാണ് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത്. പക്ഷെ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ ഈ ഒരു രീതിയിൽ ചെമ്മീൻ ബിരിയാണി തയ്യാറാക്കുമ്പോൾ. ചിക്കൻ ബിരിയാണിക്ക് വേണ്ട സംഭവങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. തക്കാളി, സവാളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. വൈകിട്ട് സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഞാൻ വീഡിയോ എടുക്കാൻ നിന്നപ്പോഴേക്ക് ഇവിടെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ബിരിയാണിക്ക് വേണ്ട റൈസ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെമ്മീൻ ഫ്രൈ ചെയ്യലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നേരത്തെ ബിരിയാണിക്ക് വേണ്ട ചെമ്മീൻ മാത്രം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഉമ്മ ബാക്കിയുള്ള ചെമ്മീനും കൂടെ ക്ലീൻ ചെയ്തെടുത്ത് ഇപ്പോൾ അതൊന്ന് മസാല തേച്ച് വെക്കുകയാണ്. ഇതിപ്പോൾ തയ്യാറാക്കുന്നില്ല. അപ്പോൾ ബാക്കിയുള്ള മസാല തേച്ചിന് ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. ചിക്കൻ ബിരിയാണിക്ക് വേണ്ട മസാല റെഡി ആയിട്ടുണ്ട്. ഇതിൽ നിന്ന് ചെമ്മീൻ ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മസാല എടുത്തിട്ടുണ്ട്. ലെമൺ ജ്യൂസും ചിക്കൻ മസാല പൗഡറും ചേർക്കുന്നതിന് മുമ്പാണ് മസാല എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഫ്രൈ ചെയ്ത ചെമ്മീനും ഈ ഒരു മസാലയും കൂടെ മിക്സ് ചെയ്തു. ക്യാമറ ഇതിൻ്റെ അടുത്ത് പിടിച്ച കാരണം ഇതിൽ നിന്നുള്ള ഒരു പുക ക്യാമറ തട്ടിയ കാരണം കേട്ടോ ഇടയ്ക്ക് അതൊരു ക്ലിയർ ഇല്ലാതെ വന്നത്. ഇനി നമുക്ക് ചെമ്മീൻ ബിരിയാണി ഒന്ന് ദം ചെയ്യാം. അപ്പോൾ ഏത് പാത്രത്തിലാണോ നമ്മൾ ദം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രം വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വളരെ കുറച്ച് മാത്രം നെയ്യ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക്. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത ആ ഒരു മസാലയും ചെമ്മീൻ ഫ്രൈ ചെയ്ത ചെമ്മീനും കൂടെ ഉണ്ടല്ലോ, അത് ഇതിൻ്റെ അടിയിൽ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പാത്രത്തിൻ്റെ അടിഭാഗം മുഴുവനായിട്ടൊന്ന് നിരത്തി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പിന്നെ അടി പിടിക്കും. എന്നിട്ട് നേരത്തെ നമ്മൾ ചിക്കൻ ബിരിയാണിക്ക് വേണ്ടിയിട്ട് റൈസ് കുക്ക് ചെയ്തെടുത്തിരുന്നല്ലോ, അതിൽ നിന്ന് കുറച്ച് റൈസ് എടുത്തിട്ട് ഫസ്റ്റ് ലെയറായിട്ട് കുറച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ സാധാരണ ബിരിയാണിയൊക്കെ ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് മല്ലിയില, പിന്നെ നെയ്യ്, ഗരം മസാല പൊടിച്ചതൊക്കെ ഇട്ട് കൊടുക്കാം. ഈ ഒരു മല്ലിയില വീട്ടിലുള്ളത് തന്നെയാണ് കേട്ടോ. ഈ ഒരു മല്ലിയില നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോഴും നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോഴൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. പിന്നെ ഈ ഒരു രീതിയിൽ ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നത് പഠിച്ചത് ഒരു വ്ളോഗറിൻ്റെ അടുത്ത് നിന്നാണ് കേട്ടോ. ആ ഒരു ആളിൻ്റെ വ്ളോഗ് കാണുമ്പോഴേ അതിൽ നിന്നാണ് ഞാനിങ്ങനെ ഈ ഒരു രീതിയിൽ കണ്ടത്. അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. ഫസ്റ്റ് ടൈം ആണെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ബിരിയാണി ആയിരുന്നു. അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ. പിന്നെ അടുത്ത ലെയറായിട്ട് കുറച്ചുകൂടി ചോറിട്ട് കൊടുത്തിട്ട് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ അതിൻ്റെ മുകളിലും നെയ്യ്, ഗരം മസാല ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ചെമ്മീൻ ബിരിയാണി ദം ചെയ്ത് ഏകദേശം ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഫ്രൈ ചെയ്ത കാഷ്യൂസും സവാള ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ടൈറ്റായിട്ട് മൂടി വെച്ചതിന് ശേഷം ഈ പാത്രം, നമ്മൾ ദം ചെയ്ത പാത്രം നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ചെമ്മീൻ ബിരിയാണി ദം ചെയ്ത സമയം കൊണ്ട് ഇവിടെ ചിക്കൻ ബിരിയാണി ദം ചെയ്യലും കൂടെ കഴിഞ്ഞിട്ടുണ്ട്. ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയത് അനിയത്തിയാണ്.
ചിക്കൻ ബിരിയാണിക്ക് വേണ്ടിയിട്ട് അവൾ തയ്യാറാക്കിയിരുന്ന സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ ചെമ്മീൻ ബിരിയാണി തയ്യാറാക്കിയത്. എന്നിട്ട് കഴിച്ചതിന് ശേഷം എല്ലാവർക്കും നല്ല ഇഷ്ടമായി, നല്ല ടേസ്റ്റിയാണെന്നൊക്കെ പറഞ്ഞപ്പോഴേ ആരുണ്ടാക്കിയത് ചോദിച്ചപ്പോൾ ആ ക്രെഡിറ്റ് പിന്നെ പതുക്കെ ഞാൻ അങ്ങ് വാങ്ങിയെടുത്തു. ഇതുപോലെ അനിയത്തിമാരും അടുത്തിമാരൊക്കെ ഉള്ള വീട്ടിൽ നിങ്ങളൊക്കെ വീട്ടിലുണ്ടാവില്ലേ ഇതുപോലത്തെ പരിപാടികൾ. അപ്പോൾ ഇതാ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള സൈഡ് ഡിഷ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് സവാളൊക്കെ കട്ട് ചെയ്തതാണ്. ഇതൊക്കെ തയ്യാറാക്കലൊക്കെ കഴിഞ്ഞ് കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ഭക്ഷണം കഴിക്കാനുള്ള ടൈമായിട്ടുണ്ട്. പിന്നെ ഞാൻ സൈഡ് ഡിഷ് തയ്യാറാക്കിയപ്പോഴേക്ക് അനിയത്തി ചമ്മന്തിയൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇന്ന് ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ മാത്രമല്ല, അമ്മായിൻ്റെ ഹസ്ബൻഡ്, എളാപ്പൻ, കുട്ടിയൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ നിസ്കരിക്കാൻ നിന്ന സമയത്താണ് അവരൊക്കെ വന്നത്. അതുകൊണ്ട് അത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അവർ വരുന്നതൊന്നും. അപ്പോൾ നമുക്ക് നമ്മുടെ ചെമ്മീൻ ബിരിയാണി എങ്ങനെ ഉണ്ട് എന്നുള്ളതൊന്ന് നോക്കാം. തുറന്നു നോക്കിയപ്പോൾ ഇതാ നല്ല കളർഫുള്ളാണ്. ഇതൊന്ന് മിക്സ് ചെയ്യാം. അത് മിക്സ് ചെയ്യുന്നതിന് ഇടയിൽ എങ്ങനെയുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് എന്നൊന്ന് നോക്കിയതാണ്. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴേ ഇത്തിരി എരിവ് കൂടുതലാണ് പറഞ്ഞപ്പോഴേ നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തതാണ്. അപ്പോൾ മിക്സ് ചെയ്തപ്പോൾ എരിവൊക്കെ നല്ല പാകമാണ്. ഭക്ഷണമൊക്കെ വിളമ്പൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടേബിളിൽ കൊണ്ടുവന്ന് വെക്കുന്ന പണിയൊക്കെ പിന്നെ മക്കൾ ഏറ്റെടുക്കും. അവർ ഓരോരുത്തരായിട്ട് മത്സരിച്ച് കൊണ്ടുവന്ന് വെക്കുകയാണ്. അമ്മായിൻ്റെ ഹസ്ബൻഡും മക്കളൊക്കെ പിന്നെ ഇവിടെ ഭക്ഷണം കഴിക്കാനിരുന്ന് ഇവർ ഭക്ഷണം കഴിക്കാൻ ഇരുന്നതിന് ശേഷമാണ് എളാപ്പ ഉപ്പയൊക്കെ കടയിൽ നിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അവർക്കുള്ള ഭക്ഷണം വിളമ്പിയതാണ്. ഉപ്പ പിന്നെ കൈയും കാലും മുഖമൊക്കെ കഴുകൽ കഴിഞ്ഞതിന് ശേഷം അവർ കൂടെ ഇരുന്നിട്ടില്ല, ഇപ്പുറത്ത് ഉള്ള ടേബിളിൽ ഇരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഉപ്പാക്കുള്ള ഭക്ഷണം വിളമ്പാണ്. കുട്ടികളുടെ അവരുടെയൊക്കെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കായിരുന്നു. ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് ഉപ്പയും കടയിലേക്ക് തന്നെ തിരിച്ചു പോവാണ്. മക്കൾ ഇതവിടെ നല്ല കളിയിലാണ്, കക്ക് കളിയും സാറ്റ് കളിയൊക്കെ ആയിട്ട്. വൈകുന്നേരത്തേക്കുള്ള സ്നാക്ക് ഉണ്ടാക്കാനുള്ള കടലൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്കുള്ള സവാളയും മല്ലിയിലൊക്കെ കട്ട് ചെയ്തിടുകയാണ്. ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞ് അവരൊക്കെ പാത്രം കഴുകാൻ നിന്നപ്പോഴേക്ക് ഞാൻ സ്നാക്ക് ഉണ്ടാക്കാൻ നിന്നു. പിന്നെ ഇതും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഫ്രീ ആയിരുന്ന് സംസാരിക്കാനൊക്കെ ഇരിക്കാമല്ലോ എന്ന് എഴുതിയിട്ട് വേഗം ഇത് ഉണ്ടാക്കാൻ നിന്നതാണ്. ഇതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്താ സ്നാക്കൊക്കെ മുഴുവനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം ഫ്രീ സംസാരിച്ചിരുന്നു. ഞങ്ങൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ മോൾക്ക് ഫോൺ കിട്ടിയപ്പോഴേ വേഗം ഫോൺ എടുത്ത് ഗെയിം കളിക്കുകയാണ്. ഇപ്പോഴത്തെ മക്കൾക്ക് പിന്നെ നമ്മൾ ഗെയിം എടുത്തു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, അവരെന്നെ സ്വന്തമായിട്ട് എടുത്ത് കളിക്കുമല്ലോ. അപ്പോൾ ഗെയിം കളിച്ച് ജയിച്ച ആ സന്തോഷ പ്രകടനമാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്.
മോള് കളിക്കുന്നതിൻ്റെ ഇടയിൽ അനിയത്തി ഫോൺ വാങ്ങിയിട്ട് കളിച്ചപ്പോഴേ ഞാൻ ഇനി മുണ്ടൂര തെറ്റിന്ന് പറഞ്ഞിരിക്കുകയാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഉച്ചക്ക് ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞതിന് ശേഷം അനിയനും അമ്മായി കാക്കയും കൂടെ അവരെ വീട്ടിലേക്കൊന്ന് ബില്ലിൻ്റെ പണി നടക്കുന്നുണ്ട്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനം എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളൂ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ചായ എടുക്കുകയാണ്. ഇവരൊക്കെ തിരിച്ചു പോവുകയാണ്. അമ്മായിനും അനിയത്തിനും കല്യാണം കഴിച്ച വീട് ഏകദേശം ഒരേ ഭാഗത്ത് തന്നെയാണ്. അപ്പോൾ ഒരുമിച്ചാണ് പോകുന്നത്. ആദ്യം അനിയത്തിനെ ഇറക്കി കൊടുത്തതിന് ശേഷം പിന്നെ അവിടുന്ന് അമ്മായി അവരെ വീട്ടിലേക്ക് പോവും. അവരൊക്കെ യാത്ര അയക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇവിടെ കുറച്ച് പേര് ഇരിക്കുന്നുണ്ട്. എളാപ്പയുടെ മോള് പോയിട്ടില്ല, അവള് നാളെ പോവുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ വ്ളോഗ് വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.